നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ലെമൺ പൈയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ 5 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അതും ഭയങ്കര എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ ലെമൺ പൈ തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 210 ഗ്രാംസിൻ്റെ ഒരു ഡാരി ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ചോപ്പറിൽ ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ബിസ്ക്കറ്റ് കൂടി ഇട്ടിട്ട് പൊടിക്കാം. ഞാനിപ്പം കുറച്ച് ചുക്ക് പൊടി ഇട്ടിട്ട് ഇതൊന്നും കൂടി ക്രഷ് ചെയ്യുവാണ്. നമ്മളിപ്പം ഈ 210 ഗ്രാം മാരി ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് അത് പൊടിച്ചു. അതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും ചേർത്തു. ഇൻ കേസ് ചുക്കുപൊടി ചേർക്കണ്ടെങ്കിൽ കുറച്ച് ജിഞ്ചർ ബിസ്ക്കറ്റും ചേർത്താൽ മതി. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 100 ഗ്രാംസ് ബട്ടർ ഉരുക്കി വെച്ചേക്കുന്നത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഈ ലെമൺ പൈ തയ്യാറാക്കാനായിട്ട് ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ഈ ബിസ്ക്കറ്റിൻ്റെ ബേസ് ലെയർ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കൊരു വലിയ ബൗളിലേക്ക് 400 ഗ്രാം കണ്ടൻസ് മിൽക്ക് ചേർക്കാം. നമ്മൾ 400 ഗ്രാം കണ്ടൻസ് മിൽക്ക് ചേർത്തു. ഇനി നമുക്ക് ഫ്രഷ് ക്രീം കൂടി ചേർക്കണം. ഇത് 250 ml ഫ്രഷ് ക്രീമാണ്. ഇത് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇത് 4 നാരങ്ങ എടുത്ത് വെച്ചേക്കുന്നതാണ്. നാരങ്ങ പിഴിഞ്ഞ നാരങ്ങയുടെ നീരാണിത്. ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ലെമൺ പൈയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കിയത് 5 ഇൻഗ്രീഡിയൻസ് ഉള്ള ലെമൺ പൈയുടെ റെസിപ്പിയാണ്. ഈ ലെമൺ പൈ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആക്കിയതിന് ശേഷം ഓരോ ട്രയാങ്കിൾ ഷേപ്പിലെ സ്ലൈസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ബേക്ക് ചെയ്യാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ പൈയുടെ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞു 5 ഇൻഗ്രീഡിയൻസ് ഉള്ളൂന്ന്. പക്ഷേ ടേസ്റ്റിലാണെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ ചെറുനാരങ്ങയുടെ പുളിയും കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പം നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, സിമ്പിളാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.